ഹായ് ഫ്രണ്ട്സ്, ഇന്നലെ അടിപൊളി ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് കടുക് പൊട്ടിക്കുക. കടുകിൽ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് മൂത്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ഞാൻ എടുത്തൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് വേവിച്ചെടുക്കണം. ബീട്രൂട്ട് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനാണ് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള തേങ്ങയും ഒരു പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി നന്നായിട്ട് ഇതേപോലെ പേസ്റ്റായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതേപോലെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് കറി ഒന്ന് കുറുകി വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തൈരാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഞാനൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചട്ടിയിൽ നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് തന്നെ നമ്മൾ ഓഫ് ചെയ്താലും തിളച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ അതിന് തിളപ്പൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷമാണ് തൈര് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. തൈര് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം തിളക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനേ പാടുള്ളൂ. ഫൈനലായിട്ട് അതിലേക്ക് കുറച്ച് എടുത്ത് മാറ്റി വറുതാളിച്ചത് കൂടി ചേർത്ത് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട്.